സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ആശംസിച്ച സുരേന്ദ്രൻ, സ്നേഹത്തിന്റെ കടയിൽ വലിയ വലിയ കസേരകൾ ലഭിക്കുമാറാകട്ടെ എന്നും പാലക്കാട്ട് പറഞ്ഞു. വാര്യരെ മുറുകെ പിടിക്കണമെന്നാണ് കെ. സുധാകരനോട് പറയാനുള്ളതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ കെ. സുധാകരനോടും വി.ഡി. സതീശനോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണെന്നും സന്ദീപ് വാര്യരുടെ കൈ ഉറപ്പിച്ചു പിടിക്കണമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും സന്ദീപ് വാര്യരെ കൈ ഉറപ്പിച്ചു പിടിക്കണം. വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർക്കെതിരെ നടപടിയെടുത്തത് എന്തിനാണെന്ന കാര്യം അന്നും ഇന്നും പറയുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. പറയാതിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേരുന്നതല്ല എന്നതുകൊണ്ടാണ്. സന്ദീപിന്റെ മാറ്റത്തോട് ഒരു തരത്തിലും പ്രതികരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്നും പാലക്കാട്ട് ബി.ജെ.പി. വിജയിക്കുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണ്. ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടൊന്നും ആയിരുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട, സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ്. അതുകൊണ്ട് വി.ഡി. സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്ദീപ് വാര്യർ പറയുന്നത് അവിടെ എത്തിയിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കെ. സുരേന്ദ്രനും സംഘത്തിനുമാണ്, താൻ അവിടെ എത്തിയിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, സന്ദീപ് വാര്യർ ഞാൻ എല്ലാ ആശംസകളും നേരുക. സ്നേഹത്തിന്റെ കടയിൽ സന്ദീപ് വാര്യർക്ക് വലിയ വലിയ കസേരകൾ ലഭിക്കുമാറാകട്ടെ എന്ന് കെ. സുരേന്ദ്രൻ ആശംസിച്ചു. കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ആഴം കാണിക്കുന്നതാണ് ഈ നാടകം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെയോ ബി.ജെ.പിയെയോ ബാധിക്കില്ല. അപ്രസക്തമായ വിഷയമാണത്. ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയാണെന്നും കെ. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കും. മുഹമ്മദ് ഖാൻ ദുക്കാനിൽ സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ. ഇതൊരു തിരക്കഥയാണ്, അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ ബി.ജെ.പിക്ക് അകത്തോ ഇതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നു. ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളെന്റെ വാക്കുകൾ ഉറപ്പിച്ചെഴുതിക്കൊള്ളും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണക്കുന്നു. UDF തകർന്ന് തരിപ്പണമാകും. ബി.ജെ.പിക്ക് അകത്ത് ഒരു ചലനവും, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ ഒരു ചലനവും ഈ കോൺഗ്രസ് പ്രവേശനം കൊണ്ടുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.